പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ വിട്ടുകളയുക എന്നുള്ളത്. ഏകാഗ്രമായിട്ട് നമ്മുടെ സഹസ്രാര ചക്ര മുതൽ റൂട്ട് ചക്ര വരെയുമുള്ള എനർജി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതും ഏകാഗ്രമാകുന്നതും ഈ പറയുന്ന നമസ്കാരത്തിലാണ്. നമ്മൾ എന്താണോ നമുക്ക് ശരിയെന്ന് തോന്നുന്നത്, തെറ്റെന്ന് തോന്നുന്നത് മനസ്സിലാക്കാനുള്ള സെൻസ് നമുക്കുണ്ട് മനുഷ്യർക്ക്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഏകാഗ്രത. നിങ്ങൾ അറിയൂ. ഈ നമസ്കരിക്കുമ്പോൾ ഏറ്റവും ഏകാഗ്രമായിട്ടിരിക്കേണ്ട മനസ്സും ശരീരവും ഒരേ തലത്തിൽ ഏകാഗ്രമായിരിക്കേണ്ട അവസ്ഥയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ. നമുക്കതിൽ നിന്ന് എത്ര വിട്ടുപോരാൻ ശ്രമിച്ചാലും ചില ബന്ധങ്ങളും അങ്ങനെയാണ്. നമുക്ക് ചിലരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ തന്നെ ചിലരോട് പറയും, നമ്മൾ തമ്മിൽ എന്തോ ഒരു മുൻജന്മ ബന്ധമുണ്ട്. അതും ശരിക്കും ഉള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സോളിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന 2-3 വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലത്തെ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അവളോട് ഞാൻ പറയാറുണ്ട്, ഏതോ ഒരു ജന്മത്തില് ഏതോ ഒരു നാട്ടില് നമ്മൾ 2 പേരും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വളരെ ജല്ല. അപ്പം പലപ്പോഴും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും തമാശ പറയുന്നത് ഉൾപ്പെടെ ഞങ്ങൾ 2 പേരും അന്ന് മറ്റൊരാളെ കേട്ടിട്ട് ഇതൊക്കെ ഒരു തമാശയാണോ എന്ന് ചിന്തിക്കാം. പക്ഷെ ഞങ്ങൾ അത് എൻജോയ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും, അയ്യോ ചേച്ചി ഞാനിപ്പം, എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ കുട്ടിയാണ് അവള്, എന്നാലും പറയാറുണ്ട്, ചേച്ചി ഞാനിപ്പം ഇത് ആലോചിച്ചുള്ളൂ, ഇത് പറയാനിരുന്നതാണ്, ചേച്ചിയുടെ അടുത്ത് ചോദിക്കാനിരുന്നതാണ് എന്നൊക്കെ. അപ്പം അതൊക്കെ സോൾ കണക്ഷന്റെ ഭാഗമായിട്ടാണ്. ആ സോൾ നമ്മുടെ ആ പാസ്റ്റ് ലൈഫിൽ ഏതോ ജന്മത്തിൽ കണക്ട് ചെയ്തിരുന്ന സോൾ ആയിരിക്കാം അത്. ചിലപ്പോൾ അനിയത്തിയാവാം, ചിലപ്പോൾ അമ്മയായിട്ട് ജനിച്ചതായിരിക്കാം. പ്രായം കുറഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവർ കാത്തിരിക്കും. ചില സോള് കാത്തിരിക്കും. അവർക്ക് കറക്റ്റായ ശരീരവും ആ എനർജി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ശരീരവും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കളെയും ലഭിക്കാതെ, അവരുടെ കർമ്മയെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മാതാപിതാക്കളെ ലഭിക്കാതെ അവർക്ക് ജന്മം എടുക്കാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആദ്യം ജനിച്ചു വന്നെന്നിരിക്കാം. അവര് കുറച്ച് സാവധാനത്തിലായിരിക്കും ജനിച്ചു വരിക. അത് അങ്ങനെ ഉണ്ട്. സോളിൽ കണക്ട് ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ പറഞ്ഞു വന്ന ആകാശിക് റെക്കോർഡ്സിലേക്ക് വീണ്ടും തിരിച്ചു കടക്കാം. അപ്പൊ നമ്മൾക്ക് എടുക്കുന്ന ഈ ജന്മങ്ങളില് നമ്മൾ തീർക്കേണ്ടതായ ധാരാളമായ കടമകൾ, കർത്തവ്യങ്ങൾ, ബാക്കി വെച്ചിരിക്കുന്ന ജോലികൾ എല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ തിരികെ വന്നിട്ട് നമ്മുടെ ഈ സോളിനെ കണക്ട് ചെയ്തിരിക്കുന്ന ബോഡിയിലൂടെ നമ്മളത് ക്ലിയർ ചെയ്യുന്നു. അപ്പം ചില ജന്മങ്ങളിൽ വളരെ അധികം, നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അവിടെയാണ് സ്റ്റോപ്പായി പോയത്. കർമ്മബാധ്യതകൾ ഉണ്ടാകാം, ഉപദ്രവിച്ചിട്ടുണ്ടാവാം, കൊലപാതകം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയെല്ലാം വരുന്നത് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ട്രോമാറ്റിക് കണ്ടീഷനിലേക്കും പോവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശിക് റെക്കോർഡ്സ് ഒന്നും എപ്പോഴും എടുത്ത് പരിശോധിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, നമ്മൾ എന്താണോ നമുക്ക് ശരിയെന്ന് തോന്നുന്നത്, തെറ്റെന്ന് തോന്നുന്നത് മനസ്സിലാക്കാനുള്ള സെൻസ് നമുക്കുണ്ട് മനുഷ്യർക്ക്. അതിൽ നിന്നുകൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കി ഈ ജീവിതം തന്നെ ഭംഗിയാക്കുക എന്നുള്ളതാണ്. പഴയ കാലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ട് പഴയ കാര്യത്തെ എടുത്തിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവപ്പെടുന്ന ലൂപ്പിൽപ്പെട്ട ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ടായിരിക്കാം. വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുക. അതൊക്കെയാണ് ആകാശിക് റെക്കോർഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സാണ്. അത് ഞാൻ ഇവിടെ നല്ല പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, വിദേശത്ത് ഉണ്ടായിരുന്ന സമയത്താണ് ഞാനത് പഠിച്ചത്. ഒരുപാട് ട്രൈ ചെയ്തു അതൊന്ന് തലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരാളെ ആ ഒരു ഹാലുസിനേഷനിലേക്ക് എത്തിച്ചിട്ട് അതെങ്ങനെയാണ് അവരിൽ നിന്ന് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്, ഇതൊക്കെ തലയിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് എനിക്ക് ഇത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ ചോദിച്ചാൽ ഒരു ആവശ്യമില്ലാതെ പഠിച്ചതാണ്. അന്ന് പഠിക്കുന്ന സമയത്തെ ഇടയ്ക്ക് വെച്ച് നമ്മളിത് ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എന്നെ നയിക്കുമ്പോൾ എനിക്കിത് പഠിച്ചേ പറ്റൂ. ഞാനല്ല ഇത് പഠിക്കുന്നത്. ഈ നിരിക്കുന്ന ഷാഹിദ എന്ന് പറയുന്ന ഞാനല്ല ഇത് പഠിക്കുന്നത്. എന്റെ സോളിന് അത്യാവശ്യമാണ് ഇത് പഠിക്കേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യിച്ചേ പറ്റൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫില്. നമുക്കതിൽ നിന്ന് എത്ര വിട്ടുപോരാൻ ശ്രമിച്ചാലും, ചില ബന്ധങ്ങളും അങ്ങനെയാണ്, എത്ര വിട്ടുപോരാൻ ശ്രമിച്ചാലും അതിലിങ്ങനെ കുടുങ്ങി കിടക്കുന്ന, എന്നിട്ട് പദം പറഞ്ഞ് കരയുന്ന ധാരാളം ആളുകൾ, സ്ത്രീ പുരുഷന്മാരെ നമ്മൾ കാണുന്നുണ്ട്. വിട്ടുപോരേണ്ട സാഹചര്യങ്ങളിൽ അത് വിട്ടുകളയുക തന്നെ വേണം. അത്തരത്തിലുള്ള ബന്ധങ്ങളെ അത് നമുക്ക് സ്വസ്ഥത തരില്ല. കൂടുതൽ കർമ്മയെ ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അത് വീണ്ടും നമ്മുടെ മനസ്സിനെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും നമ്മൾ വിട്ടുകളയുക എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയേറെ
പഠനത്തിന്റെ ഭാഗമായിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇൻട്രസ്റ്റിംഗ്, നമുക്കിത് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത്. അത് ഒരുപാട് സമയം എടുത്താണ് പഠിച്ചത്, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ശേഷമാണ് അത് എനിക്ക് ഓരോരുത്തരിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. റീഡിങ് എടുക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് കറക്റ്റ് ആക്ട് റീഡിങ് എടുത്തു, ഒത്തിരി പേര് പറയാറുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹം വേറൊരു മതത്തിൽ നിന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വേറൊരു മതത്തിൽ നിന്നുകൊണ്ടാണ് ജീവിച്ചു വന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് മതം മാറേണ്ടുന്നൊരു സാഹചര്യം വന്നു. മതം എന്നാൽ അഭിപ്രായം എന്ന് മാത്രമാണ്, എന്നാലും ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. ഒരു മതം മാറ്റം ചെയ്യപ്പെടുകയും അദ്ദേഹം ആ മതത്തിൽ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആ മതത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നമ്മൾ വണ്ടറടിച്ചു പോവുക. അദ്ദേഹം ഇതൊന്നും പഠിക്കാത്ത വ്യക്തിയാണ്, പക്ഷെ യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിൽ ഇതൊക്കെ സംഭവിക്കപ്പെടുകയാണ്. അതിൽ വളരെയധികം സന്തോഷം അനുഭവിച്ച് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു മതത്തിൽ വന്ന് അതിലെ കാര്യങ്ങൾ പഠിച്ച് ആ ജീവിതശൈലിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആഹ്ലാദം, അങ്ങനെയാണ് എന്നെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഏതോ ഒരു തലത്തിൽ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിരുന്ന ആ ഒരു അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അനുഭവിച്ച ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ വശം ഈ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സോൾ പർപ്പസ്. അപ്പോൾ ആകാശിക് റെക്കോർഡ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായത്, ഈ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഞാൻ ഓരോന്ന് മെസ്സേജ് കളക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടവും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന അവസ്ഥകളും അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രം, കഴിച്ച ആഹാരം എല്ലാം അവർക്ക് നല്ല ഓർമ്മയും നല്ല ജ്ഞാനമാണ്. അതിനെക്കുറിച്ച് അവർ വൃത്തിയായി പറയുന്നത് കേൾക്കാം. അത്ഭുതകരമായിട്ട് നമ്മളിത് കേട്ടിരുന്നു പോകും. ഇത് എടുക്കുകയാണ് എന്നുള്ളതിനേക്കാളായിട്ട് നമുക്ക് ആശ്ചര്യം തോന്നിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ റീഡ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. ഇന്ന് അദ്ദേഹം ആ ഒരു മാറ്റം ചെയ്യപ്പെട്ട മതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം ഇത് എൻ്റെ സോൾ പർപ്പസ് ആയിരിക്കും അല്ലേ? ആവാം, തീർച്ചയായിട്ടും ആവാം. എല്ലാം അവരുടെ ചോയ്സ് ആണ്. ഏത് മതം തിരഞ്ഞെടുക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അത് ഫ്രീ വില്ലാണല്ലോ. മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന, നമ്മളുടെ കുലം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട്. അതനുസരിച്ച് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നു, ജീവിക്കുന്നു. സമൂഹത്തിലെ ഒരു ഇന്ന പേരിന്റെ നാമോദയത്തിൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തെക്കുറിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നു. ഇപ്പോ മാമിനെ സംബന്ധിച്ച് മാം ഒരു ഇസ്ലാമാണ്. യെസ്, മുസ്ലിമാണ്, ഇസ്ലാമാണ്. അപ്പോ മാം ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോ, കൂടാതെ ഒരു ലേഡി കൂടിയാണ്, അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സാമുദായികപരമായിട്ടുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. 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 കാരണം ഇസ്ലാം മതത്തില് ഏറ്റവും ആദ്യം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമസ്കാരത്തിലാണ്. ഏകാഗ്രമായിട്ട് നമ്മുടെ സഹസ്രാര ചക്ര മുതൽ റൂട്ട് ചക്ര വരെയുമുള്ള എനർജി ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നതും ഏകാഗ്രമാകുന്നതും ഈ പറയുന്ന നമസ്കാരത്തിലാണ്. റംലാൻ മാസത്തില് വളരെ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം അനുവർത്തിക്കണം എന്നുള്ളൊരു ഇസ്ലാം മതത്തിലുണ്ട്. ഇത് റംലാൻ മാസത്തിൽ മാത്രമല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിലേക്ക് കടന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം അനുവർത്തിക്കണം. അതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നവർ കുറച്ച് ആ രീതിയിൽ ജീവിക്കാൻ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഞാൻ ആദ്യ അധ്യായത്തിൽ പറഞ്ഞില്ലേ, ഈ കഷ്ടപ്പാടിലൂടെ പോയാൽ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കതിനെ പിടിച്ചു നിർത്താൻ, ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും, ബന്ധങ്ങളിലെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ പോലും അതിൽ ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് കൃത്യമായ ഒരു പാത ഫോളോ ചെയ്താൽ മാത്രമേ സ്പിരിച്വാലിറ്റിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആർക്കും സ്വീകരിക്കാം. അത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇല്ല, മതമില്ല അവിടെ. അപ്പം ചിലർ ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് എൻ്റെ അടുത്ത് കാവ്യ ചോദിച്ചത്, മുസ്ലിം അല്ലേ, മുസ്ലിംസിന് ഇത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഏകാഗ്രത. നിങ്ങൾ അറിയൂ, നിങ്ങളുടെ മുന്നിൽ ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ വ്യക്തമായി അറിയുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ നമസ്കരിക്കുമ്പോൾ ഏറ്റവും ഏകാഗ്രമായിട്ടിരിക്കേണ്ട മനസ്സും ശരീരവും ഒരേ തലത്തിൽ ഏകാഗ്രമായിരിക്കേണ്ട അവസ്ഥയാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് സുബഹി നിസ്കരിക്കുമ്പോൾ മനസ്സിലാവും. അത് വളരെ നിശബ്ദമായ രീതിയിൽ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ സുബഹി നമസ്കരിക്കുമ്പോൾ. സഹസ്രാരം മുതൽ നമ്മുടെ മൂലാധാര ചക്ര വരെയും ഒരേ ലെവലില് നമ്മളെ നയിക്കുന്ന, നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന വളരെ മനോഹരമായ ഒരു അനുഭൂതി നമ്മൾക്ക് ആ നമസ്കാരത്തിൽ
നേടിയെടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് മെഡിറ്റേഷൻ. അപ്പൊ എന്തായാലും വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ചാനൽ ഇനിയും ധാരാളമായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അനേകം സബ്ജക്റ്റുകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം, ഇരിക്കേണ്ടി വരും. കണ്ടുമുട്ടാം. ഏതായാലും സന്തോഷം. തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ ഒരു ജന്മത്തിൽ നമ്മളും ഒരു സോൾ കണക്ഷൻ ഉള്ളവരായിരിക്കാം. അല്ലാത്തുള്ളവരെ കണ്ടുമുട്ടാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഒരു സോൾ കണക്ഷനിലുള്ളവരെ കണ്ടുമുട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കാവ്യയെ കണ്ടുമുട്ടി നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.